ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്റെ കൂടാരത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രാർത്ഥന ഇതൊരു അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ, ദൈവം പ്രവർത്തിക്ക് കാരണമാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. വിശേഷ തോമസകളും ലില്ലിക്കുട്ടിയാനും ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അവര് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വചനം വായിച്ച് നേരെ മെസ്സേജിന് വേണ്ടി സമയത്തെ വേർതിരിക്കാം. സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യം ശബ്ദമുയർത്തി ഒരാൾ വായിച്ച് കേൾപ്പിച്ചാട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 6 വരെയുള്ള ഭാഗങ്ങൾ. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കുകയും അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളെ എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിനവന്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടോ എന്ന് ചോദിച്ചു. 7 എന്ന് അവൻ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നോക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. നമ്മൾ ഇതിൽ നിന്നും ധാരാളം മെസ്സേജുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച 3-4 ചിന്ത ഞാൻ പോയിന്റായിട്ട് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മുടെ ഉപവാസത്തിൽ അത് വിടുതലാകട്ടെ എന്ന് ഞാൻ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. അതിൽ 1-ാമത്തെ ചിന്ത, ബഹുപുരുഷാരം 3 ദിവസമായി കർത്താവിന്റെ കൂടെ പാർക്കുകയാണ്. കർത്താവിന്റെ കൂടെ പാർക്കുക 1-ാമത്തെ ചിന്ത. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി നല്ലൊരു ബന്ധം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സ്തോത്രം. ഭക്ഷണം വെടിഞ്ഞ് എല്ലാം വെടിഞ്ഞ് 3 ദിവസക്കാലം കർത്താവിന്റെ ഒപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ഭക്ഷണം വെടിഞ്ഞ് ഫാസ്റ്റിംഗ് ആണെന്ന് പറയാൻ കാരണം അവർ കഴിച്ചിട്ടില്ല എന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടായിരുന്ന കുഞ്ഞ് ബാലകന്റെ കയ്യിൽ അപ്പം ഉണ്ടായിട്ട് അവൻ പോലും കഴിച്ചില്ല. അത്രമാത്രം 3 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. നമുക്കതിനെ ഈ കർത്താവിന്റെ കൂടെയുള്ള ആ വാസം അത് തന്നെയാണ് ശരിക്കും ഫാസ്റ്റിംഗ്. നമ്മളിപ്പം 14 ദിവസമാണ് നമ്മുടെ ഫാസ്റ്റിംഗ് നമ്മൾ ക്രമീകരിച്ചേക്കുന്നത്. ഈ 14 ദിവസവും നമ്മൾ അഹം വെടിഞ്ഞ് ഇഹം വെടിഞ്ഞ് മറ്റെല്ലാം വെടിഞ്ഞ് കർത്താവിന്റെ ഒപ്പം ഇരിക്കുന്നത് സമയം പോലെ അറിയത്തില്ല. മറ്റ് ക്ഷീണങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അനുഭവം അത് ഭയങ്കര ശ്രേഷ്ഠമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതിങ്ങനെ ധ്യാനിച്ചു. പകലെല്ലാം അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. ദൈവത്തിന്റെ കൂടെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ ജനം ആഗ്രഹിച്ചത്? സ്തോത്രം. അതിന് ഒത്തിരി റീസൺ ഉണ്ട്. അതിൽ 1-ാമത്തെ റീസൺ അത്ഭുതമായിരിക്കാം. 2-ാമത്തെ റീസൺ യോഹന്നാൻ സുവിശേഷം 6:66 ഉണ്ട്. ചിലര് അത്ഭുതം കൊണ്ടായിരിക്കാം, അത്ഭുതം കാണാനായിരിക്കാം ഈ 3 ദിവസം കർത്താവിന്റെ ഒപ്പം ഇരുന്നത്, അല്ലേ? സ്തോത്രം. ഇന്നും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ 14 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. കാര്യം ഒന്ന് തട്ടി ഒന്ന് റിസീവ് ചെയ്യുക. അതുകൊണ്ട് റിസീവ് ചെയ്താൽ വിട്ടുവരിയാതെ കർത്താവിന്റെ ഒപ്പം ഇരിക്കുന്നവർ ഒരു അത്ഭുതം കണ്ടിരിക്കും. അത് പുരുഷാരം ഇരിക്കുന്നതിന്റെ പിന്നിലെ മെയിൻ റീസൺ അത്ഭുതമാണ്. എന്നാൽ ശിഷ്യന്മാരിരിക്കുന്നതിന്റെ പിന്നിൽ അത്ഭുതമല്ല. അത് യോഹന്നാന്റെ സുവിശേഷം 6:66 എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവരോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 12 ശിഷ്യന്മാരോട് നിങ്ങൾക്ക് പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്താ? പുരുഷാരം നിൽക്കുന്നത് അത്ഭുതം കണ്ടതുകൊണ്ടാണ്. പക്ഷെ ശിഷ്യന്മാർ നിൽക്കുന്ന അത്ഭുതം കണ്ടതുകൊണ്ടല്ല. അവർ നിത്യജീവന്റെ വചനം ഉള്ളത് കൊണ്ടാണ്. നമ്മളെ ദൈവം ശിഷ്യന്മാരായിട്ടാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അത്ഭുതമല്ല നമ്മളിവിടെ നിൽക്കുന്നതിന്റെ 1-ാമത്തെ റീസൺ. അല്ല,
ഇവിടെ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. അത്ഭുതം കണ്ടവർ വഴി മാറിയെന്നിരിക്കാം, പക്ഷെ വചനം കിട്ടിയ അവൻ വിട്ടുമാറത്തില്ല. വചനം, ആമേൻ, നിത്യജീവന്റെ വചനം ദൈവമേ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടേച്ച് നിന്ന് എങ്ങോട്ട് പോകും? ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നതിന്റെ റീസൺ ദൈവവചനമാണ്. ദൈവവചനം ശരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് വിട്ടുപിരിയാൻ തോന്നത്തില്ല, അല്ലേ? ആ വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ദൈവം തരുന്ന ഒരു ദൈവദാസൻ വചനം പ്രസംഗിക്കുമ്പോൾ ഇത്രമാത്രം ഉണ്ടെങ്കിൽ സർവശക്തന്റെ വായിൽ നിന്നും പൊളിപ്പിട്ട് വരുന്ന വചനം, ആ ലാവണ്യ വാക്കുകൾ, ഇല്ലേ? തേനിനേക്കാളും തേൻകട്ടയിലേക്കാളും മധുരമേറിയ ദൈവത്തിന്റെ വചനം. ദൈവം വചനം പറയുന്നത് ഓരോ ഉപമകളിലൂടെയാണ്. ആ ഉപമകൾ പൊരുൾ തിരിച്ചും ഉപമകൾ പറഞ്ഞും ജനത്തെ കയ്യിലെടുത്തും അതിന്റെ ഇടയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്തും ആമേൻ ബഹുപുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് എത്ര മാത്രം ദൈവവചനം ഘോഷിച്ചു. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾ നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ അത്ഭുതമല്ല കേട്ടോ. ദൈവമക്കൾ നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ കൂടെ വസിക്കുന്നവൻ ഇതുണ്ട്, അല്ലേ? വിട്ടുപിരിയാതെ നിൽക്കുന്നതിന്റെ പിന്നിൽ, ഭക്ഷണം വരെ മറന്ന് നിൽക്കുന്നതിന്റെ പിന്നിലെ കാരണം സ്തോത്രം ദൈവവചനമാണ്. ആമേൻ. ഫാസ്റ്റിംഗ് കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ചിലരുണ്ട്. എന്തിനാ? ഈ 14 ദിവസത്തെ കേട് തീർക്കാനായിട്ട്. സ്തോത്രം. കഴിക്കാനായിട്ടും ആമേൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലരാഗ്രഹിക്കുന്ന അതല്ല. ദൈവമേ, ഈ 14 ആമേൻ 21 ആയിരുന്നെങ്കിൽ, ആ 21 40 ആയിരുന്നെങ്കിൽ. കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. നിർത്തരുതേ പ്രാർത്ഥനകള്, നിർത്തരുതേ ഉപവാസങ്ങള്, നിർത്തരുതേ ദൈവമായിട്ടുള്ള കൂട്ടായ്മകള്. ഓരോ ദിനവും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കട്ടെ. ഇതറിയാവുന്ന ഹാനോക്ക് 300 സംവത്സരവും ദൈവത്തിന്റെ കൂടെ പാർത്തു. 300 സംവത്സരവും ദൈവത്തിന്റെ കൂടെ നടന്നു. ക്രിസ്ത്യ ജീവിതം വിജയകരമാകണമോ അവന്റെ കൂടെ നിന്ന് മാറരുത്. കൂടെ പാർക്കാൻ കൊതിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. ഇനി കർത്താവിന്റെ കൂടെ പാർത്താൽ അടുത്തൊരു അനുഗ്രഹം എന്താണെന്നറിയോ? അത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകണം. അവിടെ ഒരു ഭക്തൻ മോശേനെ ദൈവം കാണിച്ചിട്ട് പറഞ്ഞു, മോശെ, പാലും തേനും ഒഴുകുന്ന ദേശമാണേത്? കനാൻ ദേശം എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന് തേൻ ഒഴുകിയിറങ്ങും. ആമേൻ. പാലും തേനും ഉള്ള ദേശം, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫലങ്ങളുടെ വർണ്ണന വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഫലപുഷ്ടമായ വർണ്ണം. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടേ. മുന്തിരിക്കൊലയുടെ വലിപ്പം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. 2 പേര് പിടിച്ച് മുമ്പിലും പുറകിലും വെച്ച് വലിയ കൈക്കോൽ വെച്ച് ആമേൻ 2 തോളെ വെച്ച് തൂക്കിക്കൊണ്ട് വരുന്ന മുന്തിരിക്കൊല. നിങ്ങൾ കാണുന്ന ഈ 5 രൂപയ്ക്ക് മേടിക്കുന്ന മുന്തിരിക്കൊല മനസ്സിൽ അങ്ങ് മാറ്റി. ഇത്ര വലിയ മുന്തിരിക്കൊല, അതാണ് അവിടുത്തെ ഫലം. ആമേൻ. അവിടുത്തെ മാതളപ്പഴം വർണ്ണിക്കാൻ പറ്റത്തില്ല, അവിടെ അത്തിപ്പഴം വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്ര ശ്രേഷ്ഠമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് മോശനോട് ചോദിച്ചു, മോശെ, ഒരു ദൂതനെ കൂടെ നിനക്ക് നിന്റെ മുമ്പിൽ അയക്കാം, നീ പേടിക്കണ്ട, നിന്റെ മുമ്പിൽ ദൂതനെ അയക്കാം. ആമേൻ. പാലും തേനും ഒഴുകുന്ന ദേശം നിനക്ക് തരാം. ആമേൻ. ഞാൻ തരത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മോശ പറഞ്ഞു, ഈ 40 രാവും 40 പകലും ദൈവസാന്നിധ്യത്തിലിരുന്ന മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കിതൊന്നും അല്ല വലുത്. എനിക്ക് വലുതെന്നറിയോ? നിന്റെ പ്രസൻസ് ആണ്. ഒരു ദൈവ പൈതല് ദൈവസന്നിധി ഇരിക്കുന്നതിന്റെ പിന്നിൽ രഹസ്യം ഭൗതിക നന്മയല്ല, ഭൗതിക മെറ്റീരിയൽ അല്ല. കാറ് കിട്ടുന്നതോ വീട് കിട്ടുന്നതോ ഭൗതികമായിട്ടുള്ളത് ഒന്നുമല്ല. ദൈവസന്നിധി നമ്മളെ ഇരുത്തുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമത്രേ. നിന്റെ സാന്നിധ്യത്തെ വിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ആക്ഷേപം അനുഭവിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവസാന്നിധ്യം അത്ര ശ്രേഷ്ഠമാണ്. ദൈവസാന്നിധ്യം പോയാൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമ്മളിൽ നിന്നും ദൈവസാന്നിധ്യം പോയാൽ നമുക്കറിയാം. നമ്മളിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം. മോശ ഏറ്റവും കൊതിച്ചത് ഒരു വലിയ ചർച്ചിന്റെ പാസ്റ്റർ ആകാനോ, അല്ലെങ്കിൽ ഒരു വലിയ ദേശം പിടിച്ചടക്കാനോ, രാജാവാകാനോ ഒന്നുമല്ല മോശ, നേതാവാകാൻ ഒന്നുമല്ല മോശ ആഗ്രഹിച്ചത്. കർത്താവേ, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം. ഒന്ന്, ദൈവമക്കളെ നിർത്തുന്നത്, പുരുഷാരത്തെ നിർത്തിയത് അത്ഭുതമായിരിക്കാം. ദൈവമക്കളെ നിർത്തുന്നത് വചനം. എന്നാ മോശയെ നിർത്തിയത് ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യം, ദൈവിക പ്രസൻസ്. എന്നോട് ആത്മാവ് പറയാൻ പറയും, വിട്ടുപിരിയാത്തൊരു ദൈവസാന്നിധ്യം,
വിട്ടുപിരിയാത്തൊരു ദൈവ സാന്നിധ്യം. കൊതിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഓഫീസിൽ പോയാലും നാം പുറത്തിറങ്ങിയാലും വാഹനത്തിൽ കയറിയാലും വീട്ടിലായാലും വിട്ടുമാറാത്ത ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം, ആത്മസാന്നിധ്യം. ആമേ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ആ സാന്നിധ്യം, ആ കൂടാരം വിട്ടുവരിക. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സ്വോത്ര. നല്ലൊരു പാട്ടുണ്ട് നമ്മുടെ പ്ലസ് മാമിന് എഴുതിയ, നിൻ സാന്നിധ്യം മതി എനിക്ക്. ആ പാട്ടിന്റെ തുടക്കം എങ്ങനെയാ? സാന്നിധ്യം മതി അല്ലേ? കൊതിക്കുവാണ് ആ പാട്ട്. എനിക്ക് ആ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ലൈനുകൾ നമുക്ക് പാടാനും അറിയത്തില്ല, പക്ഷെ അതിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊതിക്കാറുണ്ട്. ദൈവസാന്നിധ്യത്തെ കുറിച്ച് തന്നെ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. മോശ ഈ സിനായി പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ചു. ദൈവസാന്നിധ്യം അനുഭവിച്ചാലുള്ള ലക്ഷണം ഞാൻ പറയാം. ഒന്ന്, അവന്റെ ത്വക്ക് പ്രകാശിക്കും, മുഖം പ്രകാശിക്കും. സ്തോത്രം. രണ്ട്, മോശ വിട്ടുപിരിയാതിരുന്നതിന്റെ ഈ 40 ദിവസവും ഫാസ്റ്റിംഗ് ഇരുന്നപ്പോ വിട്ടുപിരിയാതിരുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയോ? ദൈവം അദ്ദേഹത്തിന് വചനം എഴുതി കൊടുത്തതാണ് അല്ലേ? വചനം ഹീബ്രു ഭാഷയിൽ. അതുകൊണ്ട് ഈ ഹീബ്രു ഡിവീൻ ഭാഷ എന്ന് പറയാൻ കാരണം, ഹീബ്രുവിന്റെ ഡിവീൻ ഭാഷ എന്ന് പറയാൻ കാരണം എന്താ? ദൈവം എഴുതി കൊടുത്ത ഭാഷ ഏതാ? ഹീബ്രുവിൽ എഴുതി കൊടുത്തു. സ്തോത്ര. ഞാൻ ദൈവത്തെ, അതുകൊണ്ട് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹീബ്രു പഠിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ എനിക്ക് 95% മാർക്ക് കിട്ടി. സ്തോത്രം. ആ വർഷം ഹീബ്രുവില് ബൈബിൾ വായിച്ചു, അവാർഡ് കിട്ടി ഒക്കെ എനിക്ക് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കിട്ടി. സന്തോഷത്തോടെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ ഭാഷ, ദൈവം എഴുതി കൊടുത്ത ആ ഭാഷ, സ്തോത്രം, അത് പഠിക്കുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠത വേറെ എന്തുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എപ്പോഴും പറയും, ആമേൻ, നമ്മൾ പഠിക്കുന്നത് ദൈവത്തിന്റെ ഭാഷ, ദൈവം സംസാരിച്ച ഭാഷ, ദൈവം എഴുതിയ ഭാഷ. സ്തോത്രം. അതിനൊരു ഭയങ്കര പവറാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനി മോശ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നപ്പോ ഒന്ന് വചനം കിട്ടി, രണ്ട് സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു, ത്വക്ക് പ്രകാശിച്ചു, സമാഗമന കൂടാരം പണിയുന്നതിനെ കുറിച്ചുള്ള കാര്യമായ വെളിപ്പാടുകളൊക്കെ ദൈവം കൊടുത്തു. ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ദൈവസാന്നിധ്യം ഇല്ലാത്തവരെന്താ ചെയ്തതെന്നറിയോ? ജനം താഴ്വരയില്, അവര് താഴ്വരയിൽ കാളക്കുട്ടി ഉണ്ടാക്കിയെന്നാണ്, അവര് പിന്മാറ്റത്തിൽ പോയെന്നാണ്. സ്തോത്രം. എന്റെ ദൈവമക്കളെ, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്മാറ്റം നിങ്ങളുടെ പുറകെ ഉണ്ട്, മിശ്രയും നിങ്ങളുടെ പുറകെ ഉണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ വചനമുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ത്വക്ക് പ്രകാശിക്കും, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ സ്ഥിതി മാറും. അപ്പൊ നിങ്ങൾ പറ, ഈ ജനം ആമേൻ ദൈവത്തിന്റെ കൂടെ വസിച്ചു. കൂടെ വസിച്ചവർക്ക് അത്ഭുതമുണ്ട്, വചനമുണ്ട്, സാന്നിധ്യമുണ്ട്. ഇനി ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന 3 പേരെ കുറിച്ച് ബൈബിളിൽ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. ആരാന്നറിയോ? നമ്മള് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ രൂപാന്തരപ്പെടുന്ന സമയത്ത് വിശുദ്ധ പർവ്വതത്തിന് മുകളില് ലോകത്തിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ, ആമേൻ, നമ്മളെല്ലാം വിളിക്കുന്നത് മറുരൂപ മല. അങ്ങനെ ഒരു മലയില്ല, രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ പർവ്വതം താബോർ പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഇരിക്കുന്ന രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടേ. അവരോട് താഴോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവര് പറയാം, നമുക്കിവിടെ കൂടാരം വെച്ച് ഇവിടെ താമസിക്കാം. അപ്പൊ നമുക്ക് ചോദിക്കട്ടെ, പത്രോസിന് അമ്മായിമ്മ ഉണ്ടല്ലോ, അമ്മായിമ്മ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആരുണ്ട്? ഭാര്യയുണ്ട് അല്ലേ? അപ്പൊ പത്രോസ് നിനക്ക് ഭാര്യയെ കാണണ്ടേ? പത്രോസ് നിനക്ക് കുടുംബത്തിൽ പോകണ്ടേ? വീട്ടുകാരെ കാണണ്ടേ? എന്ത് മതി? ഈ സ്വർഗം കണ്ടവന്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവന്, അവന് ഭൂമിയിലുള്ളതൊന്നും വലിയ വിഷയമല്ല. ഞാൻ പറഞ്ഞതിന്റെ പൊരുള മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ആ വാക്യം നിങ്ങൾ വായിച്ചേ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. വായിച്ചോ. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമെന്ന് താൻ പറയുന്നത് എന്തിനെന്ന് അറിയാതെ പറഞ്ഞു. കണ്ടോ? 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് ദൈവത്തിന്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വീട് പോലും വേണ്ട, ഞങ്ങളൊന്ന് ഇരുത്തിയാൽ മതി. കണ്ടോ? ദൈവസാന്നിധ്യം. ശരിക്കും ദൈവസാന്നിധ്യം വന്നാൽ വീടും വേണ്ട, ഒന്നും വേണ്ട, അവിടെ ഇരുന്നാ മതി.
ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് അനുഭവിക്കുന്നു? എന്തിനേക്കാളും വലുത് ദൈവമേ നിന്റെ കൂടെ പാർക്കുന്നത്, നിന്റെ കൂടെ ഇരിക്കുന്നത്, നിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത്, നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്, നിന്നോട് ഒന്നിച്ചുള്ള വാസം. ദൈവമേ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. താഴ്വരയിലുള്ള നന്മയല്ല വലുത്, ആ വീട്ടിലുള്ള നന്മയല്ല വലുത്. സ്വർഗത്തിന്റെ നന്മ, ദൈവമായിട്ടുള്ള ബന്ധം, അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. സ്വത്രം. ചില സമയത്ത് നമ്മൾ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാറുണ്ടല്ലോ, സമയം പോകുന്ന അറിയത്തില്ല. ചിലപ്പോൾ പകലായിരിക്കും, ഭയങ്കര ആത്മഭാരം കയറി ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങിയ സമയം പോകുന്ന അറിയത്തില്ല. ചില സമയത്ത് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ പാട്ടങ്ങ് പാടും. പാട്ട് പാടി അങ്ങ് ആരാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആരാധന പിന്നെ നിർത്താൻ തോന്നത്തില്ല. എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. നമ്മൾ പുതിയ നിമിത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, ഉയരത്തിലെ ശക്തി ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ പിന്നെ അവരെ മടക്കി വരുന്നത് ഭയങ്കര പാടാണ്. സ്തോത്രം. എബ്രായലേഖനം 6-ാം അധ്യായത്തിലുണ്ട്, ഉയരത്തിലെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവരാണ്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്നാമത്തെ ചിന്ത ദൈവത്തിന്റെ കൂടെ വസിക്കുക. മറിയ എന്തുകൊണ്ടാ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരുന്നപ്പോൾ മാർത്ത എന്തുകൊണ്ടാ ദൈവസന്നിധി ഇരുന്ന് വചനം കേട്ട്? അവൾക്കറിയാം, ആമേ, ദൈവസന്നിധി ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് വേറെ ഒന്നുമില്ല. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് അവളിൽ നിന്നും ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. ദൈവസന്നിധി ഇരുന്ന് പ്രാപിക്കുന്ന വിടുതൽ ഒരു ശത്രുവിനെ അപഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ 3 ദിവസമായിട്ടും ഭക്ഷണം വെടിഞ്ഞു, എല്ലാം വെടിഞ്ഞു, അവർ ദൈവത്തിന്റെ കൂടെ ഇരുന്നു. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടോ? എല്ലാം മറക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടോ? മറ്റെല്ലാ ചിന്തകളും മറക്കാൻ പറ്റും. ദൈവമക്കളെ, ഈ ബിസി അങ്ങ് മാറ്റുകയും അല്പസമയം വേർപെട്ട് ദൈവസന്നിധി ഇരിക്കും. അതാണ് ശരിക്കും ഫാസ്റ്റ്. ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ കർത്താവിലേക്ക് കൃപ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ചിന്ത, ഞാൻ അതിനുള്ളിൽ നിന്ന് ചിന്തകൾ മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം. അവിടെ എഴുതി വെച്ചേക്കുന്നത്, ദൈവത്തിന്റെ കൂടെ ഇരുന്നവർക്ക് അവരെ ദൈവം ആത്മീയമായിട്ടും അനുഗ്രഹിച്ചു, ഭൗതികമായിട്ടും അനുഗ്രഹിച്ചു. ഇങ്ങോട്ട് നോക്ക്, എന്തൊക്കെ ചെയ്തു? ആത്മീയമായിട്ടും അനുഗ്രഹിച്ചു, ഭൗതികമായിട്ടും അനുഗ്രഹിച്ചു. എന്താ ഈ ആത്മീയ അനുഗ്രഹം? 3 ദിവസം വചനം കേട്ടു. ആത്മീയ അനുഗ്രഹം പോകാൻ നേരത്തെ ആവശ്യം പോലെ എന്ത് കിട്ടി? ഭക്ഷണം കിട്ടി, ഇല്ലേ? അപ്പം ആത്മീയമായും അനുഗ്രഹിച്ചു, ദൈവസന്നിധി ഇരിക്കുന്നവർ ഓർത്തോ, നിനക്ക് ആത്മീയ അനുഗ്രഹമുണ്ട്, ഭൗതിക അനുഗ്രഹമുണ്ട്. ആത്മീയ അഭിവൃദ്ധിയുണ്ട്, ഭൗതിക അഭിവൃദ്ധിയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിന്റെ ആത്മീയ മേഖലയിൽ ഒരു വർധനമുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ ദൈവത്തിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കൃപകൾ കാവൽ ദൈവം നിറച്ചു, വെളിപ്പാടിൽ ദൈവം നിറച്ചു. ആമേൻ. ഭൂതശാലി ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ, വെളിപ്പാടിന്റെ ശുശ്രൂഷ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിന്റെ മാംസഫലങ്ങളിൽ ദൈവം എഴുതി തരിക. ആത്മീയ അനുഗ്രഹമുണ്ട്, ഭൗതിക അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ചിലർക്ക് ആത്മീയം മാത്രം മതി, മാമേ, എന്നാൽ ചിലർക്ക് ഭൗതികം മാത്രം മതി. എന്നാൽ ഇത് രണ്ടിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആത്മീയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, ഭൗതികമായും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ആദ്യം ദൈവം, അതിനുശേഷം നന്മയും കരുണയും ആയുഷ്കാലം നമ്മളെ പിന്തുടരും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മീയമായി അനുഗ്രഹിച്ചാൽ ഭൗതികമായി ഒരു കുറവ് വരുത്താതെ ദൈവം നടത്തും. അത് രണ്ടാമത്തെ ചിന്ത. ഇനി മൂന്നാമത്തെ ചിന്ത, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്നവനാ ദൈവം. നമ്മുടെ എല്ലാ അവസ്ഥകളും നന്നായി അറിയുന്ന ഒരു ദൈവം. കാരണം ഈ 3 ദിവസം ഇവര് ഭക്ഷണം വെടിഞ്ഞിരിക്കുമല്ലേ, ഇവർ പോകുന്ന വഴിക്ക് തളർന്നു പോകുമെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം, ഇല്ലേ? 3 ദിവസം കഴിയുമ്പോൾ ഇവർ പോകുന്ന വഴിയിൽ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. കാരണം വചനത്തിൽ നിന്ന് മാറുന്നു, ദൈവസന്നിധിയിൽ നിന്ന് മാറുന്നു, പിന്നെ കൂട്ടായ്മയിൽ നിന്ന് മാറുന്നു, അല്ലേ? 3 ദിവസം ഇരുന്നപ്പോ ഇതെന്തുണ്ട്? കൂട്ടായ്മയുണ്ട്, ദൈവമുണ്ട്, വചനമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? വീടുകളിലേക്ക് പോവാം. അപ്പൊ ഈ കൂട്ടായ്മയിൽ നിന്ന് മാറിയാൽ, വചനത്തിൽ നിന്ന് മാറിയാൽ, ദൈവസന്നിധിയിൽ നിന്ന് മാറുന്നു, ഇനി
ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ഒരു തളർച്ച വരും. തളർന്നു പോകുന്ന ആൾക്കറിയാം. അപ്പൊ നിന്റെ അവസ്ഥ അറിയുന്ന ദൈവം, നീ തളരുമെന്ന് ദൈവത്തിന് അറിയാം. നീ തളരുമെന്ന് അറിഞ്ഞ് നിന്റെ തളർച്ച മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിനായി സ്വന്തം ചെയ്താട്ടെ. ഇന്ന് രാത്രി ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ തളർച്ചയെ മാറ്റാൻ കഴിവുള്ളവൻ, നിന്റെ അവസ്ഥ അറിയുന്നവൻ, നിന്റെ ക്ഷീണം അറിയുന്നവൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സ്വത്ര അതൊരു ഭാഷക്കും അറിയത്തില്ല, നിന്റെ അവസ്ഥ ശരിക്കും ആർക്കും അറിയത്തില്ല. പക്ഷെ ആർക്കറിയാം? സത്യം പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ അവസ്ഥ പപ്പയ്ക്ക് അറിയത്തില്ലെന്ന കുഞ്ഞുങ്ങൾ പറയുന്നു. എന്റെ അവസ്ഥ പപ്പയ്ക്ക് അറിയത്തില്ല. ഇനി പപ്പ പറയുന്നതെന്ന് വെച്ചാൽ മക്കൾക്ക് അറിയത്തില്ല പപ്പയുടെ അവസ്ഥ. ഭാര്യ പറയുന്നത് ഞാൻ കിടന്ന് ഈ കഷ്ടപ്പെടുന്ന ഒന്നും ഭർത്താവിന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ലെന്നാണ്. ഞാൻ എന്തൊക്കെ പാത്രം കഴുകുന്നു, ആമ ചോറ് വെക്കുന്നു, അത് ചെയ്യുന്നു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ വല്ലതും അറിയുന്നു. അതാണ് ഭാര്യയുടെ ചിന്ത. ഭർത്താവ് നേരെ ഓപ്പോസിറ്റ് വഴി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോറ്റാൻ വേണ്ടി കിടന്ന് അധ്വാനിക്കുന്നത് നിങ്ങൾ വല്ലതും അറിയുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞ എന്താ? എന്റെ അവസ്ഥ ആരും അറിയുന്നില്ലെന്നാണ്. പക്ഷെ നിന്റെ അവസ്ഥ നന്നായി അറിയുന്ന ഒരുത്തനുണ്ട്, അത് ദൈവം മാത്രമാണ്. സ്തോത്രം. അല്ലേ? അവസ്ഥകളെ അറിയുന്നവൻ, തളർച്ചകളെ അറിയുന്നവൻ, ക്ഷീണങ്ങളെ അറിയുന്നവൻ, നീ വഴിയിൽ അക്കരെ എത്തത്തില്ലെന്ന് അറിയുന്നവൻ, നീ വലഞ്ഞു പോകുന്നത് അറിയുന്നവൻ, നന്നായി അറിയുന്ന ഒരു ദൈവം. ആരോടൊക്കെ ആത്മാവ് ദൂത് പറയാൻ പറയുന്നു. നിന്റെ അവസ്ഥകളെ അറിഞ്ഞ്, നിന്റെ അവസ്ഥകളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അല്പനിമിഷം പ്രാർത്ഥിച്ചോ ദൈവമക്കൾ, നിന്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു ദൈവം. ഞാനൊരു കാര്യം പറയാം, ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ ലൂക്കോസ് വിശേഷം 10-30 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് കടന്നു പോവുക. യെരൂശലേം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, കൂട്ടായ്മയുള്ള സ്ഥലമാണ്, വിശുദ്ധ സഭായോഗമുള്ള സ്ഥലമാണ്, ആരാധനയുള്ള സ്ഥലമാണ്, ദേവാലയമുള്ള സ്ഥലമാണ്. ഏത്? യെരൂശലേം. അപ്പൊ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോവുക. യെരിഹോ കള്ളന്മാരുടെ ഗുഹ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം വിട്ട് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നു. ലൂക്കോസ് 10:30 പറയുക. അപ്പൊ അദ്ദേഹം പോകുന്ന വഴിയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അവനെ വഴിയിൽ ഇട്ടിട്ട് പോയതാ. അർത്ഥ വസ്ത്രമേ ഉള്ളൂ, അർത്ഥപ്രാണനായി. അവന്റെ വസ്ത്രമെല്ലാം ഒരിഞ്ഞു, അവൻ മുറിവേറ്റ് വഴിയിൽ തലയ്ക്കൽ കിടക്കുക. അപ്പൊ അവന്റെ അവസ്ഥ അറിയുന്ന ആരും സത്യത്തിൽ അവിടെ ഇല്ല. പക്ഷെ ആ വഴിക്കൂടെ പോകുന്ന ചിലരുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാ പോകുന്ന? ആദ്യം പോകുന്ന ആരാ? ആ വഴിക്ക് ഒരു പ്രീസ്റ്റ് പോവാ, ഒരു പുരോഹിതൻ പോവുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നവനെ കണ്ടാൽ ആദ്യം ചാടി ഇറങ്ങേണ്ടത് ആരാ? ഒരു പുരോഹിതൻ, അല്ലേ? പക്ഷെ മരിച്ചിട്ടില്ല. ശവത്തെ തൊട്ടാൽ അശുദ്ധനാണ്, പക്ഷെ മരിച്ചിട്ടില്ല. അർത്ഥപ്രാണനായി ഇട്ടേച്ചു. അവൻ ഞെരുങ്ങുന്നുണ്ടാകാം, അവൻ കരയുന്നുണ്ടാകാം, ഒന്ന് രക്ഷിക്കാവോ എന്ന് നിലവിളിക്കുന്നുണ്ടാകാം. പക്ഷെ ആ പ്രീസ്റ്റ് കണ്ടിട്ടും കാണാതെ പോയെന്നാണ്. കണ്ടിട്ടും. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതിരിക്കുക. സ്തോത്രം. അഡ്മിഷൻ മേടിച്ച് തരാൻ കഴിവുള്ളവര്, നിങ്ങളെ ഫിനാൻഷ്യലി സഹായിക്കാൻ കഴിവുള്ളവര്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ മൈൻഡ് ചെയ്യാതിരിക്കുക, കണ്ടിട്ട് കാണാതിരിക്കുക. സ്തോത്രം. ഈ അനുഭവമുള്ളവർ ആരുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാ. പക്ഷെ നിങ്ങൾ അതോർത്ത് എന്തിനാ കരയുന്നേ? നിങ്ങളെ വിളിച്ചത് അവരല്ല, നിങ്ങളെ വിളിച്ചത് ഉയരത്തിലെ ദൈവമാണ്, നിങ്ങളെ കണ്ടിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രീസ്റ്റ് കണ്ടിട്ട് കാണാതെ കടന്നു പോയെന്നാ, പുരോഹിതൻ കണ്ടിട്ടും കാണാതെ കടന്നുപോയി. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ സോണി ബ്രദർ ഒന്ന് വയ്യാതെ കിടക്കുക. അന്നേരം ബിനിൽ പാഷ ആ വഴി വന്നിട്ട് ഒന്ന് കയറി പ്രാർത്ഥിക്കുവോ? ബിനിൽ പാഷ ആ വഴി വന്നിട്ട് ഒന്ന് വിളിക്കുവോ? സോണി ബ്രദറെ എങ്ങനെ ഉണ്ട് എന്നൊന്ന് ചോദിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സോണി ബ്രദറിന്റെ ഹൃദയത്തിന് എത്രമാത്രം മുറിവുണ്ടാവും. കാരണം ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ എല്ലാം ചേർത്ത് പിടിക്കേണ്ടവരാണ്, അല്ലേ? സ്തോത്ര. ഭയങ്കര മുറിവുണ്ടാവും ഹൃദയത്തിന്റെ അകത്ത്. ഇനി വിളിച്ചു പറയാത്തതാണെങ്കിൽ അറിയാത്തതിനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാസ്റ്റർ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ വരാതിരുന്നു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അത് മുറിവാണ്. സ്തോത്ര. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് കണ്ടു അല്ലേ, കണ്ടിട്ട് കാണാതെ പോവാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ പോവാ. സ്തോത്രം. അപ്പൊ ഇവന് ഈ മുറിവേറ്റതിനേക്കാളും അടുത്ത മുറിവേതാ? അപ്പൊ ആദ്യം ഏറ്റ മുറിവേതാ? ശാരീരിക മുറിവാ. ഇപ്പൊ ഏറ്റ മുറിവേതാ? മൈൻഡ് ചെയ്യാതെ പോകുമ്പോ സ്തോത്രം. ശാരീരിക മുറിവ് നമുക്ക് എങ്ങനെ സഹിക്കാം? പക്ഷെ ഉണ്ടല്ലോ ഹൃദയത്തിനേറ്റ മുറിവ് ഇല്ലേ? ഇല്ല കുട്ടിയാക്കി നമ്മുടെ ഹൃദയത്തിലേക്കുന്ന മുറിവ്, ആമേൻ, അത് നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പിന്നെയും നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ മുറിവുകൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും, പക്ഷെ ഹൃദയം മുറിച്ചവരുണ്ടല്ലോ, ആ മുറിച്ച ആ മുറിവ് ആമേ കെട്ടാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. ആമേ ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നു, 1-ാം ദിവസം മുറിക്കുന്നവനും 2-ാം ദിവസം മുറിവ് കെട്ടുന്നവനും 3-ാം ദിവസം സൗഖ്യമാക്കുന്നവനും ദൈവമത്രേ. അവൻ മുറിവ് ഉണക്കുന്നവൻ ദൈവമാണ്. അപ്പം രണ്ടാമത് മനസ്സിനേറ്റ മുറിവാണ്. ഇനി മൂന്നാമതാ വഴിക്കാരാ പോകുന്നത്? ഒരു ലേവ്യൻ പോയെന്നാ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ തന്നെയുള്ള ആളാണ്. ഞാൻ ഈ ലേവിനെ മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതൊരു കൂട്ടു ശുശ്രൂഷകനെന്ന് വേണം പറയാം, ഇല്ലേ? ഒന്ന് പാസ്റ്ററിൽ നിന്ന് ഏറ്റ മുറിവാണ്, അല്ല, ഒന്ന് കള്ളന്മാരിൽ നിന്ന് ഏറ്റ മുറിവാ, 2 പാസ്റ്ററിൽ നിന്ന് ഏറ്റ മുറിവാ, 3 കൂട്ടുവിശ്വാസിയിൽ നിന്ന് ഏറ്റ മുറിവാ. ഒരു ലേവി ആ വഴിക്ക് പോയെന്നാ. സ്തോത്രം. കൂട്ടുവിശ്വാസി ആ വഴിക്ക് പോയത്, അവനും മൈൻഡ് ചെയ്തു. സ്തോത്രം. ഞാൻ കായംകുളത്ത് ഒരു മീറ്റിംഗിൽ ചെന്നപ്പം ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളും. അമ്മച്ചി ആദ്യം ഞാൻ പോയപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു വീട് വേണം. ഞാൻ ചോദിച്ചു, അമ്മച്ചി വീടില്ലേ? അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ വിധവയാണ്, മക്കൾമാരൊക്കെ നല്ല നിലയില്ല, പക്ഷെ 2 പേരും തിരിഞ്ഞു നോക്കത്തില്ല, 2 മക്കൾമാരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ വീട്? എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരു വീട്. ഞാൻ പിന്നീട് ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകും. ഒരു കുഞ്ഞു വീടാട്ടോ, എനിക്കൊന്ന് 1.5 സെന്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു വീടാണ്. ഒരു റൂമേ ഉള്ളൂ, അത് 2 നിലയാണ്. മേളിലൊരു റൂം, താഴെ കിച്ചൺ കഴിഞ്ഞ് നേരെ മേളിൽ കായംകുളത്ത്. അപ്പൊ ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പൊ അമ്മച്ചി ആ പ്രാർത്ഥനയുടെ നടുവിൽ 2 കണ്ണിലൂടെയും കരഞ്ഞ് കുടുകൂടാന്ന് കണ്ണുവരും. അപ്പൊ അമ്മച്ചി പറയാ, കുരുകിലിന്റെ ഒരു വീടും നീവൽ പക്ഷിക്ക് ഒരു കൂടും കണ്ടെത്തി എന്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞതാണ്. കുരുകിലിന് ഒരു വീടും നീവൽ പക്ഷിക്ക് ഒരു കൂടും കണ്ടെത്തി എന്റെ പാസ്റ്റർ. ദൈവം എനിക്ക് ചർച്ചയാരെല്ലാം കൂടെ ചേർന്നാണ് ആ വീട് വെച്ചു കൊടുത്തത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം ഈ അമ്മച്ചി പറയാം, അമ്മച്ചിനെ മൈൻഡ് ചെയ്യാൻ റിലേറ്റീവ് ഒത്തിരി പേരുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ സ്വന്തം മക്കള് തിരിഞ്ഞു നോക്കിയില്ല. ഇഷ്ടം പോലെ ഡൽഹിയിൽ ജോലിയുള്ളവർ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അമ്മച്ചി ചേർത്ത് പിടിച്ചത് വിശ്വാസികളാണ്. അവരൊരു വീടൊക്കെ വെച്ചെടുത്ത് ആഹാരത്തിനുള്ള ക്രമീകരണമൊക്കെ വിശ്വാസികളാണ്. അതാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ മുറിവ്. ഇപ്പൊ ദൈവം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. സ്തോത്രം. ഒരു ശരീരത്തിന്റെ അവയവം. ഒരു മുറിവ്, നമ്മുടെ ഈ കൈക്കൊരു മുറിവേറ്റ അത് ശരീരം മൊത്തം വേദന അല്ലേ? പക്ഷെ അവിടുന്ന് അവര് പോലും മൈൻഡ് ചെയ്യാതിരുന്നാലോ, എന്റെ ഈ കൈക്ക് മുറിവേറ്റു, ഇന്നലെ കലക്കിരിക്കുന്നിടത്ത് ഈ കൈക്ക് മുറിവേറ്റു, ഇപ്പോഴും ആ മുറിവാ. സ്വന്തം. അപ്പം ഇവിടെ വേദന ഉണ്ടായപ്പോൾ ഇവിടെ മാത്രമല്ല വേദന, മൊത്തത്തിൽ വേദന, ചങ്കിനെല്ലാം വേദനയാണ്. അത്രയും മുറിഞ്ഞില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ശരീരം മൊത്തം നമ്മളെ ടെൻഷനായി. സ്വന്തം. ഞങ്ങളുടെ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും, നമ്മുടെ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും ഒരു മുറിവേറ്റാ അത് പാസ്റ്റർക്ക് ഒരു മുറിവാണ്, വേദനയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസികൾക്ക് ഒരു മുറിവേറ്റാൽ അത് മറ്റു വിശ്വാസികൾക്ക് ഒരു മുറിവാണ്. അങ്ങനെയാ സഭ. നമ്മൾ, നമ്മുടെ ശിരസ് ക്രിസ്തുവും ഒരു ശരീരവുമാണ് നമ്മൾ. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു നിമിഷം, ലേവിനും മൈൻഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ലേവിനും പോയി. പക്ഷെ ആ വഴി ഒരു ശബരിയം വന്നു. അത് ക്രിസ്തുവിന്റെ നിഴലാണ്. നല്ല ശബരിയം അല്ലേ? നല്ല ശബരിയന്റെ ഉപമ നമ്മൾ എത്രയോ വട്ടം പ്രസംഗിച്ചിട്ടുള്ളതാ. പക്ഷെ നമ്മളെ അറിയുന്നവനാ ശബരിയൻ. അവൻ ഇറങ്ങി വന്ന് എണ്ണ തന്ന്, വീഞ്ഞ് തന്ന്, മുറിവ് കെട്ടി, 2 വെള്ളിക്കാശ് കൊടുത്ത് സത്രത്തിൽ കൊണ്ടാക്കി നമുക്ക് വേണ്ടതെല്ലാം തന്ന്, എന്നിട്ട് പറയും, ഇനി ഞാൻ പോയിട്ട് വരും കേട്ടോ, പോയതുപോലെ ഞാൻ വരും. എന്തിനാ? ചേർക്കാനാ. സ്തോത്രം. ഇതെല്ലാം നിഴലുകളാ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ മുറിവ് കെട്ടി നമ്മളെ സഭയിലാക്കിയേക്കുക. നമുക്ക് വേണ്ട ആമേൻ, അത് വേദപണ്ഡിതന്മാര് പറഞ്ഞ 2 ആമേൻ വെള്ളിക്കാശ്, ഒന്ന് ന്യായപ്രമാണവും ഒന്ന് പുതിയ നിയമവും, പഴയ നിയമവും പുതിയ നിയമവും തന്ന് നമ്മളെ എല്ലാം ഏൽപ്പിച്ച് വിശുദ്ധ വേദപുസ്തകം തന്ന് ഈ സഭയ്ക്കകത്താക്കിയേക്കുവാണ്. ഇനി പോയതുപോലെ ആ ശബരിയൻ വരും. സ്വത്രം. പോയതുപോലെ നമ്മുടെ കർത്താവ് വരും നമ്മളെ ചേർക്കാൻ. സ്വത്രം. ദൈവമക്കളെ,
ഈ നല്ല സത്രം, ഈ നല്ല സഭ എത്ര ശ്രേഷ്ഠമാണ്. താൽക്കാലികമാണെങ്കിലും നമ്മളെ ചേർക്കാൻ ഒരു ദിവസം ആ നല്ല ശമരിയൻ വരും. അപ്പൊ നമ്മളെ അറിയുന്ന ഒരു ശമരിയനുണ്ട്. ആ ശമരിയൻ ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പിതാവ് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ദൈവമക്കളോട് പറയാം. ഒന്ന്, ആമേ, നമ്മൾ കൂടെ പാർക്കാൻ ആഗ്രഹിച്ച ജനം, ദൈവത്തിന്റെ കൂടെ പാർക്കുക. രണ്ട്, നമ്മൾ എന്താ പഠിച്ചത്? നമ്മളെ അറിയുന്ന ദൈവം. രണ്ട്, നമ്മളെ ആത്മീയമായും ഭൗതികമായി അനുഗ്രഹിക്കുന്ന ദൈവം. മൂന്ന്, നമ്മളെ തളർച്ചകളെ അറിയുന്ന ദൈവം, അവസ്ഥകളെ അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ വഴിയുടെ ദൂര നിമിത്തം നമ്മൾ തളർന്നു പോകുമെന്ന് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ തളർച്ചകളെ അറിയുന്ന ദൈവം, സ്തോത്രം, അവസ്ഥകളെ അറിയുന്ന ദൈവം. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ നാലാമത്തെ ചിന്ത, വയറ് നിറച്ചു തരുന്ന ഒരു ദൈവം, അല്ലേ? നിറച്ചു തരുന്ന ദൈവം, സ്തോത്രം. ദൈവമക്കളെ, ഈ ഉപവാസം കഴിയുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, നിങ്ങൾക്കൊരു നിറവുണ്ട്. നിറവ്, സ്തോത്രം. ദൈവമക്കൾക്ക് വേണ്ട കുറെ നിറവുകൾ ബൈബിൾ പറയുന്നുണ്ട്. സ്തോത്രം. ഒന്ന്, ആത്മാവിന്റെ നിറവാണ്. രണ്ട്, കർത്താവിനെ കുറിച്ച് പറയുന്നില്ലേ, അവൻ കൃപയിലും ആത്മാവിലും നിറഞ്ഞവനായി തീർന്നു. നിറവ്, യേശുവിന് നിറവുണ്ടായിരുന്നു, സ്നാപയോഹന്നാനും നിറവുണ്ടായിരുന്നു. ലൂക്കോസ് സുവിശേഷം 1:82 വാക്യം, 2:42 വാക്യം, അവിടെയെല്ലാം യേശുവിന്റെ സ്നാപയോഹന്നാന്റെ നിറവാണ്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം യേശുവിന്റെ 7 നിറവുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം യേശുവിന്റെ 7 നിറവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കെല്ലാം നിറവുള്ളവരാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു നിറവിന്റെ കാര്യം പറയാം. അത് എഫെസ്യ ലേഖനം 5:18 നമുക്ക് വേണ്ട നിറവ്. സ്വത്രം, നിറച്ചു തരുന്ന ദൈവം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേൻ. 7 കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. തുടക്കം അങ്ങനെയാ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്നിട്ട് പറയാം, എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി. മനസ്സിലാവുന്നുണ്ടോ? ആത്മനിറവ്, ആത്മാവിൽ നിറഞ്ഞ് നമ്മളെ തൃപ്തി വരുത്തും. എന്തൊക്കെ വരണം? സങ്കീർത്തനങ്ങളുണ്ട്, സ്തുതികളുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്, തമ്മിൽ സംസാരമുണ്ട്, നന്ദിയോടെ ദൈവത്തിന് പാട്ടുണ്ട്, സ്തോത്രങ്ങളുണ്ട്. 7 കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിറവിന്റെ ലക്ഷണം മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് എന്ത് വേണം? ആത്മനിറവിന്റെ അനുഭവങ്ങളുള്ളവരാകണം. സ്തോത്ര. ഈ 2026 തുടക്കം ഞാൻ നിങ്ങളോട് പറയാം, നിറഞ്ഞ് പ്രാർത്ഥിച്ചോ, നിറവിനായി പ്രാർത്ഥിച്ചോ. ദൈവം നിറയ്ക്കും. അവൻ കൃപകളാൽ നമ്മളെ നിറയ്ക്കും, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അവിടെ കൂടിയിരുന്ന 120 പേരെയും ദൈവം നിറച്ചു. ആഗ്രഹിക്കുന്ന മനസ്സിനെ ദൈവം തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. 7 അപ്പം ദൈവം വർദ്ധിപ്പിച്ച് 4000 പേർക്ക് നിറച്ചു. സ്വന്തം ശേഷിപ്പ് വരുത്തി. ഇതെല്ലാം വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തു. ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അടുത്ത് തന്നെ പറയാം, ഈ നിറച്ചതിന് ശേഷമാണ് ദൈവം അവരെ അക്കരയിലേക്ക് വിടുന്നത്. നിറച്ചതിന് ശേഷം അടുത്തിന്റെ താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. നിറച്ച്, വചനത്തിൽ നിറച്ച്, എല്ലാം നിറച്ചതിന് ശേഷം ദൈവം എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നിർബന്ധിച്ചു വിട്ടു. അപ്പം ദൈവം നിറച്ച് ശേഷിപ്പിച്ചിട്ടാണ് നമ്മളെ അക്കരയിലേക്ക് വിടുന്നത്, ശൂന്യമാക്കിയിട്ടല്ല. സ്തോത്രം. ഈ 14 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ഓരോ മേഖലയിലേക്ക് ദൈവം വിടുന്നുണ്ടെങ്കിൽ ഒരു നിറവ് തന്നിട്ടേ വിടത്തുള്ളത്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുറന്ന് അതിന്റെ ആ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാവോ? 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. 7 എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവൻ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറേ ഉണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം അടുത്ത് അവിടെ പറയുന്നത് വർധനമാണ്, അല്ലെ? വർദ്ധിപ്പിച്ചു.
ഒന്ന് നിറച്ചു, രണ്ട് വർദ്ധിപ്പിച്ചു. സ്തോത്രം. ഒരു വർധനമുണ്ട്. ദൈവകരത്തിൽ നമ്മുടെ കാര്യങ്ങൾ കൊടുത്താൽ, ഈ ബാലകന്റെ കയ്യിലിരുന്ന അപ്പമല്ലേ, അത് ദൈവകരത്തിൽ കൊടുത്തപ്പോ അത് എന്ത് ചെയ്തു? ദൈവം അത് സ്തോത്രം ചൊല്ലി തുറക്കി വർദ്ധിപ്പിച്ചു. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ് എന്റെ ദൈവം. എല്ലാ വിധത്തിലും ദൈവം വർദ്ധിപ്പിക്കും. ഒരു വർധന ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങൾ വായിക്കണം. 119 സങ്കീർത്തനം 126 വാക്യം വായിച്ചാട്ടെ. ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു വാക്യമുണ്ട്. ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഒരു ചെറിയ പ്രാർത്ഥന കേട്ടോ. ഇത് ചെറിയ പ്രാർത്ഥന. ദൈവകരത്തിൽ നമ്മുടെ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് പോരായ്മകളുള്ളതാണ്. നമുക്ക് 200 വെള്ളിക്കാശിന് പോലും തികച്ചില്ല ഇത്രയും പേർക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളതെല്ലാം പോരായ്മ ഉള്ളതാണ്. പക്ഷെ ദൈവകരത്തിൽ കൊടുത്താൽ ദൈവം നിറയ്ക്കും, വർദ്ധിപ്പിക്കും, അത്ഭുതങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദൈവകരത്തിൽ കൊടുത്ത ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. നമ്മളെ കൊണ്ട് ഇത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് ഇത് പ്രവർത്തിക്കാൻ പറ്റും. അല്ലേ? ആ വാക്യം ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം റൈറ്റ് ടൈമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ കുറിച്ച് വെച്ചോ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്.